എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. ഇത് ഇംഗ്ലീഷ് തീരെ അറിയാത്ത തുടക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും പഠിക്കാം. ഇത്, ദാറ്റ്, അത്, ദി, ആ, എ, ഒരു, ആൻ, ഒരു, ഈസ്, ആകുന്നു, ആർ, ആകുന്നു, വാസ്, ആയിരുന്നു, ആം, ആകുന്നു, വേർ, ആയിരുന്നു, ഐ, ഞാൻ, യു, നീ, നിങ്ങൾ, താങ്കൾ, യു, നിന്നെ, നിങ്ങളെ, താങ്കളെ, യുവർ, നിന്റെ, നിങ്ങളുടെ, താങ്കളുടെ, വി, ഞങ്ങൾ, മൈ, എൻ്റെ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ഹിസ്, അവൻ്റെ, ഹെർ, അവളുടെ, അവളെ, ഇറ്റ്സ്, അതിൻ്റെ, ദേ, അവർ, അവ, ഹിം, അവനെ. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആം, ഈസ്, ആർ, വാസ്, വേർ എന്നിവയ്ക്ക് ഓക്സിലറി വെർബ് എന്നാണ് പറയുക. ഞാൻ ഒരു പെൺകുട്ടിയാകുന്നു. ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച ഓക്സിലറി വെർബുകൾ ആവശ്യമാണ്. അപ്പോൾ ഓർക്കുക, ഐ എന്നതിനോട് എപ്പോഴും ആം ആണ് ചേർക്കേണ്ടത്. ഞാൻ ഒരു അധ്യാപികയാകുന്നു. എങ്ങനെ പറയാം? ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപികയാകുന്നു. ഇനിയിപ്പോൾ ഞാനൊരു ഡോക്ടറാകുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ ഐ ആം വരെ നമുക്കറിയാം. അതിനോടൊപ്പം എ ഡോക്ടർ അതുകൂടി ചേർത്താൽ ഞാനൊരു ഡോക്ടറാകുന്നു. ഇനിയിപ്പോൾ ഞാനൊരു മനുഷ്യനാകുന്നു എന്നെങ്ങനെ പറയാം? ഐ ആം എ മാൻ. ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു പെൺകുട്ടിയാകുന്നു. ഐ ആം എ ഗേൾ. ഞാനൊരു ആൺകുട്ടിയാകുന്നു. ഐ ആം എ ബോയ്. ഇനി അവൻ ഒരു ആൺകുട്ടിയാകുന്നു എന്നെങ്ങനെ പറയും? ഹി, ഷീ, ഇറ്റ് എന്നിവയോട് ഈസ് എന്നാണ് ചേർക്കേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അവൻ ഒരു ആൺകുട്ടിയാകുന്നു എന്നെങ്ങനെ പറയാമെന്ന് നോക്കാം. ഹി ഈസ് എ ബോയ്. അവൻ ഒരു ആൺകുട്ടിയാകുന്നു. അവൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. അവൻ ഒരു ഡോക്ടറാകുന്നു. ഹി ഈസ് എ ഡോക്ടർ. അദ്ദേഹം ഒരു അധ്യാപകനാകുന്നു. ഹി ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു മനുഷ്യനാകുന്നു, അല്ലെങ്കിൽ അവൻ ഒരു മനുഷ്യനാകുന്നു എന്നെങ്ങനെ പറയാം? ഹി ഈസ് എ മാൻ. അവൾ ഒരു പെൺകുട്ടിയാകുന്നു എന്നെങ്ങനെ പറയും? ഷീ ഈസ് എ ഗേൾ. അവൾ ഒരു വിദ്യാർത്ഥിനിയാകുന്നു. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവൾ ഒരു ഡോക്ടറാകുന്നു. ഷീ ഈസ് എ ഡോക്ടർ. അത് എൻ്റെ പുസ്തകമാകുന്നു. ഇറ്റ് ഈസ് മൈ ബുക്ക്. അതെൻ്റെ സൈക്കിളാകുന്നു. ഇറ്റ് ഈസ് മൈ സൈക്കിൾ. വി, ദേ, യു എന്നിവയോട് ആർ ചേർത്താണ് വാക്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. യു ആർ എ ബോയ്. നീ ഒരു ആൺകുട്ടിയാകുന്നു. നീ ഒരു വിദ്യാർത്ഥിയാകുന്നു എന്ന് എങ്ങനെ പറയും? യു ആർ എ സ്റ്റുഡൻറ്റ്. നിങ്ങൾ ഒരു അധ്യാപകനാകുന്നു. യു ആർ എ ടീച്ചർ. നിങ്ങൾ ഒരു ഡോക്ടറാകുന്നു. യു ആർ എ ഡോക്ടർ. നിങ്ങൾ ഒരു പെൺകുട്ടിയാകുന്നു. യു ആർ എ ഗേൾ. അവർ ആൺകുട്ടികളാകുന്നു. ദേ ആർ ബോയ്സ്. നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഐ ആം എ ബോയ്. ഞാൻ ഒരു ആൺകുട്ടിയാകുന്നു. എന്നാൽ ദേ ആർ എ ബോയ് എന്ന് എഴുതാൻ പാടില്ല. ദേ എന്ന് പറഞ്ഞാൽ അവർ, എ എന്ന് പറഞ്ഞാൽ ഒരു, ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. അവർ ഒരു ആൺകുട്ടിയാകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതാറുണ്ടോ? അവർ ആൺകുട്ടികളാകുന്നു എന്നല്ലേ എഴുതേണ്ടത്. അതിനാൽ ദേ ആർ ബോയ്സ് എന്ന് എഴുതണം. ബോയ് എന്നതിനോടൊപ്പം എസ് ചേർത്ത് ബോയ്സ് എന്നാക്കിയപ്പോൾ ആൺകുട്ടികൾ എന്നായി മാറി. അതുപോലെ ബുക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം, ബുക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. ബുക്കിനോട് എസ് ചേർത്താൽ അതിൻ്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നായിത്തീരുന്നു. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ട്രീ, മരം. ട്രീസ്, മരങ്ങൾ.
പെൻ പേന, പെൻസ് പേനകൾ. സ്റ്റുഡൻറ് വിദ്യാർത്ഥി, സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ. ബോയ് ആൺകുട്ടി, ബോയ്സ് ആൺകുട്ടികൾ. ഗേൾ പെൺകുട്ടി, ഗേൾസ് പെൺകുട്ടികൾ. ഇനി നമുക്ക് ദിസ് ഉപയോഗിച്ച് കുറച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാകുന്നു. ദിസ് ഈസ് എ ബുക്ക്, ഇതൊരു പുസ്തകമാകുന്നു. ദിസ് ഈസ് എ പെൻസിൽ, ഇതൊരു പെൻസിലാകുന്നു. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ നമുക്ക് അതൊരു പേനയാകുന്നു എന്നെങ്ങനെ പറയാം? ദാറ്റ് ഈസ് എ പെൻ. അതൊരു പുസ്തകമാകുന്നു. ദാറ്റ് ഈസ് എ ബുക്ക്. അതൊരു പെൻസിലാകുന്നു. ദാറ്റ് ഈസ് എ പെൻസിൽ. അടുത്തുള്ള ഒരു വസ്തുവിന് ദിസ് എന്നും അല്പം അകലെയുള്ളതിന് ദാറ്റ് എന്നും പറയണം. ദാറ്റിനും ഇറ്റിനും അത് എന്ന് തന്നെയാണ് അർത്ഥം. അതിനാൽ ഇഷ്ടം പോലെ ദാറ്റ് എന്നോ ഇറ്റ് എന്നോ പ്രയോഗിക്കാം. ഇറ്റ് അത്, ദാറ്റ് അത്. ഇത് എൻ്റെ വീടാകുന്നു എന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് മൈ ഹൗസ്. ഇതെൻ്റെ പേനയാകുന്നു. ദിസ് ഈസ് മൈ പെൻ. ഇതെൻ്റെ പുസ്തകമാകുന്നു. ദിസ് ഈസ് മൈ ബുക്ക്. ഇതെൻ്റെ പെൻസിലാകുന്നു. ദിസ് ഈസ് മൈ പെൻസിൽ. ഇനി അത് എൻ്റെ പേനയാകുന്നു എന്നെങ്ങനെ പറയും? ദാറ്റ് ഈസ് മൈ പെൻ. അതെൻ്റെ വീടാകുന്നു. ദാറ്റ് ഈസ് മൈ ഹൗസ്. അവൻ എൻ്റെ സ്നേഹിതനാകുന്നു എന്ന് എങ്ങനെ പറയും? ഹീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ സഹോദരിയാകുന്നു. ഷീ ഈസ് മൈ സിസ്റ്റർ. അവൻ എൻ്റെ സഹോദരനാകുന്നു. ഹീ ഈസ് മൈ ബ്രദർ. അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. ഹീ ഈസ് മൈ ടീച്ചർ. അദ്ദേഹം എൻ്റെ അച്ഛനാകുന്നു. ഹീ ഈസ് മൈ ഫാദർ. അവർ എൻ്റെ അമ്മയാകുന്നു. ഷീ ഈസ് മൈ മദർ. അവർ എൻ്റെ സ്നേഹിതരാകുന്നു. ദേ ആർ മൈ ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഇന്ത്യക്കാരാകുന്നു എന്ന് എങ്ങനെ പറയും? വി ആർ ഇന്ത്യൻസ്. നീ എൻ്റെ സ്നേഹിതനാകുന്നു. യു ആർ മൈ ഫ്രണ്ട്. അത് എൻ്റെ പൂച്ചയാകുന്നു. ഇറ്റ് ഈസ് മൈ ക്യാറ്റ്. എന്ന് പറഞ്ഞാൽ ഇത് എന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ നമുക്ക് ദീസ് എന്ന് പറയാം. അപ്പോൾ ഇവ എന്നാകും അതിൻ്റെ അർത്ഥം. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ അവ എന്ന് പറയാൻ ദോസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. ഇതെൻ്റെ പേനയാകുന്നു. ദിസ് ഈസ് മൈ പെൻ. ഇവ എൻ്റെ പേനകളാകുന്നു എന്നെങ്ങനെ പറയും? ദീസ് ആർ മൈ പെൻസ്. അത് എൻ്റെ പുസ്തകമാകുന്നു. ദാറ്റ് ഈസ് മൈ ബുക്ക്. അവ എൻ്റെ പുസ്തകങ്ങളാകുന്നു. ദോസ് ആർ മൈ ബുക്സ്. അവൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവർ വിദ്യാർത്ഥികളാകുന്നു. ദേ ആർ സ്റ്റുഡൻസ്. ദിസ് ഈസ് എ ട്രീ. ഇതൊരു മരമാകുന്നു. ഇവ മരങ്ങളാകുന്നു. ദീസ് ആർ ട്രീസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദിസ് ഈസ് മൈ പെൻ. ഇത് എൻ്റെ പേനയാകുന്നു. ഇവ എൻ്റെ പേനകളാകുന്നു എന്ന് എഴുതുമ്പോൾ ദീസിന് ശേഷം ആറാണ് ചേർക്കേണ്ടത്. നമ്മൾ ദിസിനോടൊപ്പം ഈസാണ് ചേർത്തത്. ദീസിനോടൊപ്പം ആറാണ് ചേർക്കേണ്ടത്. അതൊരു മരമാകുന്നു. ദാറ്റ് ഈസ് എ ട്രീ. എന്നാൽ അവ മരങ്ങളാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദോസ് ആർ ട്രീസ് എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.